ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉന്നക്കായയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉന്നക്കായ രണ്ട് വിധത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ എടുത്തുപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പഴുത്ത പഴമാണ്. പഴുത്ത പഴം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് ഉണ്ടാവുക, പക്ഷേ ഉള്ളു പഴുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പഴമാണ് എടുക്കേണ്ടത്. എന്നിട്ടത് ഇതുപോലെ ആവിപാത്രത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞ പോലെ ആവും. അപ്പോൾ അത് ശരിയാവില്ല. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ തേങ്ങ ഞാനിവിടെ ഗ്രൈൻഡറിൽ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ബാക്കിയുണ്ടെങ്കിൽ അതൊരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി, അതല്ലെങ്കിൽ അത് സെപ്പറേറ്റ് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് യോജിപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് വറുവായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ, ഈ ഒരു കളറാവുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എത്രയാണോ തേങ്ങ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ അങ്ങനെ ഉരുളകളാക്കി വെക്കുക. എന്നാൽ പിന്നെ ഓരോ ഉരുള എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉരുളകളാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഈ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നടുവിലൊന്ന് കുഴിയാക്കി കൊടുക്കുക. ഈ കുഴിച്ച ഭാഗത്താണ് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഴയ പോലെ തന്നെ നല്ലൊരു ഉരുളയായി കിട്ടും. എന്നിട്ട് കയ്യിൽ ഉള്ളിലിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ഈ തള്ളവിരൽ കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കണം. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ കുറച്ച് കൂർത്ത പോലെയാവും. അപ്പോഴാണ് ആ ഉന്നക്കായുടെ ഷേപ്പ് കിട്ടുന്നത്. അല്ലെങ്കിൽ രണ്ട് കൈയും വെച്ചിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് അറ്റവും ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. പക്ഷേ ഇതുപോലെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് അതിന് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെയാണ് ആക്കി കൊടുക്കേണ്ടത്. അതിങ്ങനെ കുറേ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ വയ്ക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഫില്ലിങ് വെച്ചിട്ട് ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുത്താലും മതി. അപ്പോൾ ഇനി കാണിക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം
ബാക്കിയുള്ളത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം, നമ്മൾ സാധാരണ ഈ ഒരു രീതിയിലാണ് കാണലെന്ന് മാത്രം. അപ്പോൾ ബാക്കിയുള്ള പഴത്തിലേക്ക് ഞാൻ ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്തിരുന്ന പോലെ തന്നെ ഉന്നക്കായുടെ ആ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ്. ഇതേപോലെ ഒരു ഉരുള ഇതിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല പഴമാണെങ്കിൽ ഈ ഉന്നക്കായും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ പഴുപ്പ് ഏറാത്ത പഴം എടുക്കുക. അതേപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലുള്ള പഴമാണ് വേണ്ടത്. അപ്പോഴേ ഈ ഒരു കളറും കിട്ടുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് മിക്സ് ചെയ്താലും അതുപോലെ തന്നെയാണ്. മിക്സ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് അതിലൊരു മാറ്റമൊന്നുമില്ല. ചെറുതായിട്ട് അതിലുള്ള തേങ്ങൻ്റെ ആ ഭാഗമൊക്കെ ഒന്നിങ്ങനെ കാണുന്നുണ്ട് എന്ന് മാത്രം. എന്നാലും അതും ഈ ഗോൾഡൻ കളർ തന്നെയാണ് കിട്ടണത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൈ ആക്കുന്നതിന് മുൻപ് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുന്ന സമയത്തോ അതല്ലെങ്കിൽ നോമ്പിനോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.